അമേരിക്കൻ ഡയറീസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് അമേരിക്കയിലെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ചാണ്. പല ആളുകൾക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും, എങ്ങനെയാണ് അമേരിക്കയിലെ ഭക്ഷണ രീതി, അമേരിക്കൻസ് പിന്തുടരുന്ന ഭക്ഷണം ഏതൊക്കെ തരത്തിലുള്ളതാണ്. അപ്പോൾ അതിനെക്കുറിച്ച് ചെറിയൊരു വിവരണം. ഇവിടെയുള്ള ആളുകൾ മീൻസ് നമ്മളെ മലയാളി കമ്മ്യൂണിറ്റിയും അല്ലാത്ത വേറെ ലോകത്തിൻ്റെ പല ഭാഗത്തുള്ള ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ആളുകൾ ഏതൊക്കെ ഭക്ഷണമാണ് കഴിക്കുന്നത്, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ രീതിയിൽ, അതിനെക്കുറിച്ചൊരു ചെറിയ വിവരണം. അമേരിക്കയിലെ ഭക്ഷണ സംസ്കാരത്തെക്കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുണ്ട്. ലോകത്തിൻ്റെ വിവിധ ഭാഗത്തുള്ള ഒരുപാട് ആളുകൾ താമസിക്കുന്ന രാജ്യമാണ് അമേരിക്ക. പല രാജ്യക്കാരും ഒരുമിച്ച് താമസിക്കുന്ന രാജ്യമായതുകൊണ്ട് തന്നെ ലോകത്തിൻ്റെ എല്ലാ രാജ്യത്തിലുള്ള ഭക്ഷണവും അമേരിക്കയിൽ ലഭ്യമാണ്. ഇന്ത്യൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, പാകിസ്ഥാൻ ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് പാകിസ്ഥാൻ റെസ്റ്റോറൻറ്റ്, മെക്സിക്കൻ, അങ്ങനെ ഏത് രാജ്യക്കാരാണോ അവർക്ക് അവരുടെ രാജ്യത്തുള്ള ഭക്ഷണം കിട്ടാനുള്ള എല്ലാ ഓപ്ഷൻസും അമേരിക്കയിലുണ്ട്. പിന്നെ മാത്രമല്ല, നമുക്ക് ഹലാൽ ഭക്ഷണം കഴിക്കാൻ താല്പര്യമുള്ള ആളുകളാണ് ഈ ഹലാൽ ഭക്ഷണം കഴിക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ടെക്സാസ് സ്റ്റേറ്റിലെ ഹ്യൂസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഗലേറിയ ഫുഡ് ട്രക്ക് എന്ന് പറഞ്ഞൊരു ഏരിയയാണ്. ഇവിടെ പല ടൈപ്പ് ട്രക്കുകളിൽ ഭക്ഷണം വിൽക്കുന്നത്, പല രൂപത്തിലുള്ള പല ടൈപ്പ് ഭക്ഷണങ്ങൾ, അതിൻ്റെയൊക്കെ ഭക്ഷണത്തിൻ്റെയൊക്കെ പ്രൈസും മറ്റ് വിവരങ്ങളൊക്കെ അവർ പുറത്ത് തന്നെ കൊടുത്തിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, ഹലാൽ കഴിക്കാൻ താല്പര്യമുള്ള ആളുകൾക്കാണെങ്കിൽ അത് തിരഞ്ഞിങ്ങോട്ട് വരാം. കാരണം എല്ലാ കടന്റെ മുമ്പിലും അല്ലെങ്കിൽ ഷോപ്പിന്റെ മുന്നിലും അവര് ഹലാൽ എന്നുള്ള സിമ്പിൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ഹലാൽ കഴിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നമുക്ക് എന്താക്കാം, ഇങ്ങോട്ട് വരാം. മീൻസ് നമുക്ക് ഹലാലിൻ്റെ ഓപ്ഷൻ ഉണ്ട്. അങ്ങനെ അത്തരം ഭക്ഷണം കഴിക്കുന്ന ആളുകളാണെങ്കിൽ അങ്ങനെ കഴിക്കുന്ന ഓപ്ഷൻസ് ഉണ്ട്. ഇതൊക്കെ കാണുന്നതൊക്കെ വിവിധ ഫുഡ് ട്രക്കുകളാണ്. ഇതിലൊക്കെ പലതരത്തിലുള്ള മീറ്റുകള്, റൈസുകൾ, അങ്ങനെ പലതരത്തിലുള്ള ഭക്ഷണങ്ങളാണ് ഇവിടെയൊക്കെ കൊടുക്കുന്നത്. അപ്പൊ ഇതാണ് ഇവിടുത്തെ ഒരു ഭക്ഷണ രീതി. മാത്രമല്ല, ഇവിടെ സാധാരണ ഉണ്ടാവുക അമേരിക്കൻസ് ഉപയോഗിക്കുന്ന സാധാരണ മീറ്റ്, അങ്ങനത്തെ ചിക്കൻ, ലാമ്പ്, അങ്ങനെയുള്ള പല ടൈപ്പ് ഭക്ഷണങ്ങൾ ഇവിടെ വിൽക്കുക. ഇതും ഒരു ഹലാല് ഭക്ഷണം വിൽക്കുന്ന ഒരു ട്രക്കാണ്. അങ്ങനെ ഇതാണ് ഈ ഗലേറിയ ഫുഡ് ട്രക്ക് പാർക്കിലെ ട്രക്കുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ ഒരു ഭക്ഷണ സംസ്കാരത്തെ കുറിച്ച് പറയാൻ. പിന്നെ മാത്രമല്ല, മെഡിറ്ററേനിയൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവിധ രാജ്യക്കാര് താമസിക്കുന്നത് തന്നെ പല രാജ്യത്തുള്ള ഭക്ഷണങ്ങളും നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. അതെങ്ങനത്തെ ഏത് രീതിയിൽ വേണമെന്നുള്ളത് നമുക്ക് ചൂസ് ചെയ്യാം. പിന്നെ ഹലാല് വേണ്ടവർക്ക് ഹലാല് കഴിക്കാം. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു ഭക്ഷണത്തിന്റെ രീതി. ഓക്കെ. പിന്നെ മാത്രമല്ല, ഇവർ കൂടുതലും ഡെലിവറി ചെയ്ത് വീട്ടിലൊക്കെ കൊണ്ടുപോയി കഴിക്കുന്നതാണ്. അല്ലാത്ത ആളുകൾ ഇവിടെ നേരിട്ട് വന്ന് കൗണ്ടറിൽ നിന്നൊക്കെ ഭക്ഷണം മേടിച്ച് കഴിക്കുന്ന ആളുകളാണ്. പിന്നെ ജ്യൂസുകൾ വിൽക്കുന്ന ട്രക്കുകള്, പിന്നെ ടാക്കോസ്, നമ്മളെ മെക്സിക്കൻ ഐറ്റമാണ് ടാക്കോസ്. ഇത് ഹലാലായ ടാക്കോസ് വിൽക്കുന്ന ട്രക്കുകള്, അങ്ങനെ പല ടൈപ്പ് ഭക്ഷണങ്ങൾ വിൽക്കുന്ന ട്രക്കുകൾ. എല്ലാ ട്രക്കിന്റെ മുൻപിലും അവര് വിൽക്കുന്ന ഭക്ഷണത്തിന്റെ പേര്, അതിന്റെ പൈസ, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഫിഷ്, കടൽ വിഭവങ്ങൾ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് കടൽ വിഭവങ്ങള്, അതെല്ലാം ഇവിടെ കൃത്യമായി എഴുതി വെച്ചിട്ടുണ്ട്, ഏതൊക്കെ വിഭവങ്ങളാണ് കിട്ടുക. പിന്നെ ഹലാല്, ഹലാല് വിൽക്കുന്ന എല്ലാ കടയുടെ ചുമരിലോ അല്ലെങ്കിൽ പുറത്തൊക്കെ ഹലാൽ എന്നുള്ള സിമ്പിൾ അവർ വെച്ചിട്ടുണ്ടാവും. ഇതാണ് ഗലേറിയ ഫുഡ് ട്രക്ക്.